വൈക, എനിക്ക് തന്നെ വിവാഹം കഴിക്കണം. അത് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം എത്രയും പെട്ടെന്ന്. ഒരുങ്ങിക്കോളൂ, ഈ അഗ്നിദേവിന്റെ ഭാര്യ. അവൻ പറയുന്ന കേട്ട് വൈകയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അവൾക്ക് അവൻ പറഞ്ഞെന്താണ് സത്യത്തിൽ ശരിക്കും മനസ്സിലായില്ല. എന്താ പറഞ്ഞ്? എനിക്കങ്ങോട്ട് അവൾ മുഴുവൻ പറയാൻ സമ്മതിക്കാതെ അവൻ കൈ ഉയർത്തി തടഞ്ഞു. എന്ത് കാര്യം ഒരു വട്ടം പറഞ്ഞിട്ട് ഈ അഗ്നിക്ക് ശീലമുള്ളൂ. പക്ഷേ ഇപ്പൊ സാഹചര്യം അതല്ലല്ലോ. നിനക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടില്ല എന്നുള്ളത് ആ മുഖം കണ്ടാൽ അറിയാം. അതായത് വൈക, നിനക്കിപ്പോൾ താമസിക്കാൻ എന്തെങ്കിലും ഒരു സുരക്ഷിതമായ ഷെൽട്ടർ വേണം. എനിക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് വിവാഹം കഴിച്ചേ പറ്റൂ. പക്ഷേ നീ വിചാരിക്കുന്ന പോലെ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാൻ വേണ്ടിയല്ല ഞാനിപ്പോൾ പെട്ടെന്നൊരു വിവാഹം കഴിക്കുന്നത്. പുറമേയുള്ളവരുടെ കണ്ണിൽ നമ്മൾ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും. എന്നാൽ നമ്മൾ തമ്മിലൊരു കരാറുണ്ടാവും. അതായത് 1 വർഷത്തേക്ക്. അതുവരെ നീ ലീഗിൽ എൻ്റെ ഭാര്യയായിരിക്കും. അല്ല, ഭാര്യയായിട്ട് അഭിനയിക്കണം. 1 വർഷം കഴിഞ്ഞാൽ ഞാൻ അമേരിക്കയിലേക്ക് പോകും. അപ്പം ഞാൻ നിന്നെ സ്വതന്ത്രയാക്കുന്നതാണ്. 1 വർഷം കഴിഞ്ഞാൽ നിനക്ക് എന്തായാലും തങ്ങാൻ ഒരു സുരക്ഷിതമായ ഇടവും ഒപ്പം പണവും ഞാൻ നൽകും. അത് ഈ അഗ്നിദേവൻ നിനക്ക് നൽകുന്ന വാക്കാണ്. എന്ത് പറയുന്നു വൈക? ആദ്യം വൈകക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ഇനി ആദർശിൻ്റെയും ചെറിയമ്മയുടെ അടുത്തേക്ക് പോകാൻ അവൾക്ക് താല്പര്യമില്ലായിരുന്നു. ഇനി അവരുടെ അടുത്തേക്ക് പോയാൽ തൻ്റെ ജീവൻ തന്നെ നശിച്ചു പോകുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. എന്തുകൊണ്ടോ അഗ്നിയെ വിശ്വസിക്കാനാണ് ആ സമയം അവൾക്ക് തോന്നിയത്. സർ, എനിക്ക് പണമൊന്നും വേണ്ട. 1 വർഷം വരെ ഞാൻ സാറിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കാം. അതിൻ്റെ നിവൃത്തിയേടുകൊണ്ടാ. അത് പറയുമ്പോൾ അവളുടെ ചുണ്ടുകൾ സങ്കടത്താൽ വിറവുകൊണ്ടിരുന്നു. 1 വർഷം കഴിഞ്ഞാൽ സാർ എനിക്കൊരു ജോലി എവിടെയെങ്കിലും ശരിയാക്കി തരും. ഈ നാട്ടിൽ വേണ്ട, അലി വേണ്ട, ഈ രാജ്യത്തെ വേണ്ട. അയാൾ ആദർശ് അയാളുടെ കണ്ണെത്താത്ത ഏതെങ്കിലും സ്ഥലത്തേക്ക് എന്നെ മാറ്റിയാൽ മതി. അത്രയും മതി എനിക്ക്. അപ്പോഴേക്ക് അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. ഒരു നിമിഷം അഗ്നി ആ നിഷ്കളങ്കമായ അവളുടെ മുഖത്തേക്ക് അറിയാതെ നോക്കി നിന്ന് പോയി. അവൻ കരുതിയത് അവൾ അവനോട് പണമായിരിക്കും ചോദിക്കുക എന്നായിരുന്നു. പക്ഷെ അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ അവൾ അവനോട് ചോദിച്ചു കേട്ടത് അവൻ എന്തെന്നില്ലാത്ത അത്ഭുതം തോന്നി. അതുവരെ ഒരു ബിസിനസ്സുകാരൻ്റെ ചെകുത്താൻ്റെ മൈൻഡോടുകൂടി അവളുമായി സംസാരിച്ചുകൊണ്ടിരുന്ന അഗ്നിയിൽ പെട്ടെന്ന് മനുഷ്യത്വത്തിൻ്റെ ഒരു കണിക വന്ന പോലെ അവൻ അവളെ കണ്ണിമോട്ടാതെ നോക്കി നിന്നു. അവനിൽ വരുന്ന മാറ്റങ്ങൾ ആ സമയം അവൻ അറിഞ്ഞില്ലെന്ന് മാത്രം. സ്വഭാവത്തിലേക്ക് വന്ന അഗ്നി പെട്ടെന്ന് തന്നെ തലകുടിഞ്ഞുകൊണ്ട് അവൾ നോക്കാതെ പറഞ്ഞു, ഗെറ്റ് റെഡി ഫോർ ദി മാരേജ് വൈക. പിന്നെ ടോണി ഇതൊന്നും അറിയാൻ പാടില്ല. അവൻ്റെ മുമ്പിൽ ഞാൻ തന്നെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കാനെന്ന് വരാൻ പാടുള്ളൂ. കാരണം അവനെ കൂടപ്പിറപ്പ് പോലെ തന്നെയാണ്. അവനെ മറച്ചു വെച്ച് അഗ്നി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത്രയും പറഞ്ഞ് വൈകിയെന്ന് നോക്കാതെ അഗ്നി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇരുട്ട് വീണ ഗൗഡൌണിലേക്ക് നേരിയ വെളിച്ചം ഇവിടുന്ന് വരുന്നുണ്ട്. നേരിയ വെളിച്ചത്തിൽ അവിടെ ചേറിൽ കെട്ടിരിക്കുന്ന രൂപത്തിന്റെ ശരീരത്തിൽ നിന്നും രക്തം വാർന്നൊഴുകിക്കൊണ്ടേയിരുന്നു. ആർക്കോ വേണ്ടി വെട്ടാൻ വച്ചിരിക്കുന്ന അറവുമാടിനെ പോലെ അവൻ ആ ചേറിൽ തളർന്നിരിക്കുന്നുണ്ട്. അവന്റെ അടുത്തേക്ക് ഒരു ചുറ്റികമായി വരുന്നവന്റെ കണ്ണുകളിൽ പൈശാചികം മാത്രം നിറഞ്ഞു ഓടിക്കൊണ്ടേയിരുന്നു. ചുറ്റിക വീശി ആ ചേറിലിരിക്കുന്നവന്റെ തല നോക്കി അടിച്ചതും ഒറ്റയടിക്ക് ആ ശരീരം നിശ്ചലമാവുന്നത് അവനൊരു ഉന്മാദിയെപ്പോലെ നോക്കി നിന്നു. ചുറ്റും നിന്നും ഗാർഡ്സിന്റെ ശരീരമെല്ലാം പേടിച്ച് വിയർക്കാൻ തുടങ്ങി. ചോരയിൽ കുളിച്ചു നിൽക്കുന്നവന്റെ അടുത്തേക്ക് മൊബൈൽ ഫോണുമായി ഒരു ഗാർഡ് വിറച്ച് ചെന്നു. സർ, ഫോൺ. അവന്റെ മുഖത്തേക്ക് നോക്കാൻ അയാൾക്ക് ഭയം തോന്നി. ഫോൺ വാങ്ങി ചെവിയിൽ വെച്ചതും മറുതലക്കിൽ നിന്ന് വരുന്ന വാക്കിൽ കേട്ടതും ദേഷ്യം സഹിക്ക വയ്യാതെ അവൻ ആ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു. അഗ്നി, വീട്ടിൽ നിന്നെ ഞാൻ എന്റെ ഈ കൈ കൊണ്ടായിരിക്കും നിന്റെ മരണം. അവന്റെ ആ ശബ്ദത്തിൽ ആ പഴയ കെട്ടിടം കിടുങ്ങി വരച്ചെന്ന് തോന്നിപ്പോയി അവിടെ നിൽക്കുന്ന എല്ലാവർക്കും. ഫ്ളാറ്റിലെ ബാൽക്കണിയിൽ ഇരുന്നുകൊണ്ട് വൈകിയെ തനിക്ക് ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് തുറന്നു പറഞ്ഞ അഗ്നി ടോണിയോട്. ഇത് കേട്ട ടോണിക്ക് സന്തോഷം അടക്കാൻ സാധിച്ചില്ല. അവൻ അഗ്നി ഇറുകെ കെട്ടിപ്പോണെന്നും. ഐ ആം സോ ഹാപ്പിഡാ. എനിക്ക് സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടെന്ന് അറിയില്ല. പെട്ടെന്നാണ് അവന്റെ മുഖത്തേക്ക് ഭയം ഇരച്ചു കയറിയത്. അരുന്ധതി, അവൾ അറിഞ്ഞ തറവാട്ടിലുള്ളവർ അവർക്ക് എങ്ങനെ പ്രതികരിക്കും? എനിക്ക് പേടിയാവുന്നില്ലടാ. അവൾ വൈക അതൊരു പാവല്ലേടാ. അവരോട് എതിർത്ത് നിൽക്കാനുള്ള ശേഷി അവൾക്കില്ല. അരുന്ധതി അവളൊരു വിഷസർപ്പമാണ്. അത് പറയുമ്പോൾ ടോണിയുടെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു. എനിക്ക് തോന്നുന്നില്ലടാ അവർ നിന്റെയും വൈകിയുടെ വിവാഹത്തിന് സമ്മതിക്കുമെന്ന്. ദേ ഹാവ് ഓൾറെഡി ഫിക്സഡ് മൈ മാരേജ് വിത്ത് അരുന്ധതി. വാട്ട്? യെസ് ഡാ, ഡോണ്ട് ബി ടെൻസ്ഡ്. ഇവിടെ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എന്തിനാ ടോണിക്കുട്ടാ നീ ഇങ്ങനെ വറീഡാവുന്നു? എല്ലാം ഞാൻ ശരിയാക്കും. അഗ്നി സിഗരറ്റ് ഒന്ന് വലിച്ച് പുകച്ചിരുൾ പുറത്തേക്ക് ആഞ്ഞുവിട്ട് ടോണിയോടായി പറഞ്ഞു. എടാ, പക്ഷേ വൈക അവൾ. ടോണി എന്തോ പറയാമെന്നും അഗ്നി ടോണിയെ കൈയുയർത്തി തടഞ്ഞുകൊണ്ട് പറഞ്ഞു. വൈക, ഷീ ഈസ് മൈ റെസ്പോൺസിബിൾ. ഈ അഗ്നിദേവിന്റെ ഭാര്യയെ തൊട്ട് കളിക്കാൻ മാത്രമുള്ള ധൈര്യമൊന്നും ചന്ദ്രോത്ത് തറവാട്ടിലുള്ളവർക്ക് ആയിട്ടില്ല. അങ്ങനെ വല്ലതും ഉണ്ടായ. അവന്റെ മുഖം വന്യതയിലേക്ക് മാറുന്നു. അവിടെ ഒരു പുഞ്ചിരി വിട്ടിരുന്ന ടോണി ഭയത്തോടെ നോക്കി നിന്നു. പിന്നീട് 2-3 ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് വൈകിയ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത്. അഗ്നി മിക്ക ദിവസങ്ങളിൽ അവളുടെ അടുത്തേക്ക് വരുമെങ്കിലും അവളോടൊന്നും സംസാരിക്കാറില്ലായിരുന്നു.
വൈകക്കും അതുപോലെ തന്നെ അഗ്നിയെ നോക്കാനൊരു മടിയായിരുന്നു. അവനോട് എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു അവൾക്ക്. പക്ഷേ അവൻ്റെ അടുത്തെത്തുമ്പോൾ അല്ലെങ്കിൽ അവനെ കാണുമ്പോൾ അവൾ ആരിലെ പോലെ വറക്കാൻ തുടങ്ങും. ഡിസ്ചാർജ് ചെയ്യാൻ ടോണി അവളെയും കൂടി നേരെ പോയത് ഒരു ബ്യൂട്ടി പാർലറിലേക്കായിരുന്നു. ബ്യൂട്ടി പാർലറിന് മുമ്പിലെത്തിയതും വൈക സംശയത്തോടെ ടോണിയെ നോക്കി. സംശയിക്കണ്ട, ഇന്ന് നിങ്ങളുടെ വിവാഹം, മോൾക്കൊരു സർപ്രൈസ് ആയിരിക്കട്ടെ എന്ന് വെച്ചിട്ടാ ഹോസ്പിറ്റലിൽ നിന്നും പറയാതിരുന്നു. തൻ്റെ വിവാഹം എന്ന് കേട്ടതും വൈകിയാകെ ഞെട്ടിപ്പോയി. അവളുടെ മുഖം പരിഭ്രമത്താൽ നിറഞ്ഞു. പക്ഷേ ടോണിയുടെ മുമ്പിൽ അവൾ വരുത്തി തീർത്തൊരു പുഞ്ചിരി അണിഞ്ഞിരുന്നു. മിഴിച്ചിരിക്കാതെ ഇറങ്ങി വാ പെണ്ണെ, നീ ഒന്ന് അണിഞ്ഞൊരുങ്ങിയിട്ട് വേണം നിന്നെയും കൊണ്ട് അമ്പലത്തിലേക്ക് പോവാൻ. അവിടെ അഗ്നി നമ്മളെയും കാത്തു നിൽക്കുന്നുണ്ട്. വൈക കാറിൽ നിന്നിറങ്ങിയതും ടോണി അവൾക്കൊരു കവർ എടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് മോൾക്കിടാനുള്ള ഡ്രസ്സാണ്, ഒപ്പം ആഭരണങ്ങളുണ്ട്. വേഗം ഒരുങ്ങിയിട്ട് വാട്ടോ, ഏട്ടനിവിടെ പുറത്തേനെ കാത്തു നിൽക്കാം. അതിനവൾ തലയാട്ടിക്കൊണ്ട് വേഗം ബ്യൂട്ടി പാർലറിലേക്ക് കയറിപ്പോയി. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വൈക പുറത്തേക്ക് ഇറങ്ങി വന്നു. സിമ്പിളായിട്ടാണ് അവൾ ഒരുങ്ങിയിറങ്ങിയത്. ഒരു സെറ്റ് സാരിയായിരുന്നു അവളുടെ വേഷം. മിനിമൽ മേക്കപ്പിലും ഒരു നെക്ലസും ഈ 2 വളകളുമാണ് അവൾ ധരിച്ചിരുന്നത്. മുടിയെല്ലാം പിന്നീട്ട് മുല്ലപ്പൂ ചൂടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആർഭാടമൊന്നുമില്ലെങ്കിലും അവളെ കാണാൻ അതിസുന്ദരിയായിട്ടാണ് ടോണിക്ക് തോന്നിയത്. പിന്നീടെല്ലാം വേഗത്തിൽ നടന്നു. അവരമ്പലത്തിലെത്തിയതും അഗ്നി അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വിവാഹത്തിനെന്ന് പറഞ്ഞാൽ അവിടെ ആരുമില്ലായിരുന്നു. ടോണിയും വൈകിയും പിന്നെ അഗ്നിയുടെ ഗാർഡ്സും മാത്രം. വൈകിയെ കൊണ്ട് ടോണി വന്നു. അഗ്നി അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. പിന്നീട് തലയൊന്ന് കുടഞ്ഞു മറ്റെവിടേക്കോ ദൃഷ്ടിയൂന്നി നിന്നു. പൂജാരി തട്ടിൽ താലിയുമായി വന്നു. അഗ്നി തന്റെ പേരെഴുതിയ താലി വൈകിയുടെ കഴുത്തിൽ ചാർത്തി അവളുടെ സീമന്തരേഖയിൽ കുങ്കുമം കൊണ്ട് ചുവപ്പിച്ചു. സത്യത്തിൽ വൈകിക്ക് താലി ചാർത്തുന്ന സമയമൊന്നും പ്രാർത്ഥിക്കാനില്ലായിരുന്നു. അവൾ നിർവികാരതയോടെ ചടങ്ങുകൾക്കെല്ലാം നിന്നുകൊടുത്തു. പക്ഷേ താലി കെട്ടുമ്പോൾ അവൾ ദേവിയോട് പ്രാർത്ഥിച്ചു, അഗ്നിക്ക് ഇന്ന് സുഖവും സന്തോഷവും ദീർഘായുസ്സും നൽകണമേ എന്ന്. സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് വൈകി അഗ്നിയുടെ കൈകളിലേക്ക് കൈപ്പിടിച്ചേൽപ്പിച്ച ടോണിയായിരുന്നു. ടോണിയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. ഇത്രയും കാലം ഒരു അനാഥനായിരുന്ന ടോണിക്ക് വൈകിയെ കിട്ടിയതിൽ അവൻ കർത്താവിനോട് നന്ദി പറഞ്ഞു. ഈ സമയം കുറ്റബോധത്താൽ വൈകിയുടെ കണ്ണുകളും നിറഞ്ഞു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇരുവരും ദേവിയെ നല്ലോണം പ്രാർത്ഥിച്ച് തങ്ങളുടെ ഫ്ലാറ്റിലേക്ക് പോയി. ഫ്ലാറ്റിലെത്തിയതും നിലവിളക്ക് നൽകി ടോണിയാണ് വൈകി അകത്തേക്ക് സ്വീകരിച്ച്. അവൾ നിലവിളക്ക് വാങ്ങി വലതുകാൽ വെച്ച് ആ ഫ്ലാറ്റിലേക്ക് കയറി. മോളെ, അതാണ് നിന്റെ അഗ്നിയുടെയും മുറി. നിനക്ക് വേണ്ട ഡ്രസ്സുകളെല്ലാം ഏട്ടൻ ഇന്നലെ തന്നെ പോയി വാങ്ങിയിരുന്നു. പിന്നെ പറ്റി എനിക്കൊരു ചായ ഇട്ടു. ഭയങ്കര ക്ഷീണം, രാവിലെ തൊട്ടുള്ള അലച്ചിലല്ലേ. അടുക്കളയിൽ ആകെയുള്ള ചായപ്പൊടിയും പഞ്ചസാരയും മാത്രമായിരിക്കും. അത് കേട്ട വൈക സംശയത്താൽ ടോണിയെ നോക്കി. സംശയിക്കണ്ട, ഞങ്ങൾ ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിക്കാറാ പതിവ്. ചായ മാത്രം ഇടും. അഗ്നിക്ക് അതുപോലും അറിയില്ല. മോള് ഫ്രഷായി വന്നിട്ട് ചായ ഇട്ടെന്നാൽ മതി. അത് വേണ്ട ഏട്ടാ, ചായ ഞാനിപ്പോൾ ഇട്ട് തരാം. വേണ്ടടോ, എനിക്കൊന്ന് കുളിക്കണം, എന്നിട്ട് മതി ചായ. അപ്പോഴേക്കും മോള് ഫ്രഷായിട്ട് വാ. ശരി ഏട്ടാ എന്നാ. അതും പറഞ്ഞ് വൈക പതി അഗ്നിയുടെ മുറിയിലേക്ക് കയറി. അഗ്നിയുടെ മുറി കണ്ടത് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. VIP റൂമുകളെ കുറിച്ച് അവൾ കേട്ടിട്ടേ ഉള്ളൂ. ആദ്യമായിട്ടാണ് അവൾ കാണുന്നത്. അവൾ വാതിൽ ചേർത്തടച്ച് അകത്തേക്ക് കയറി ചുറ്റുമെല്ലാം നിരീക്ഷിക്കുമ്പോഴാണ് അഗ്നി വെറൊരു ടവൽ ചുറ്റിക്കൊണ്ട് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന്. വൈകി അവിടെ കണ്ടത് അവനൊന്ന് പതറി. വൈകിയുടെ അവസ്ഥയും മനസ്സിലായിരുന്നു. അവൾ വേഗം കണ്ണടച്ച് തിരിഞ്ഞു നിന്നു. സോറി സർ, ഞാൻ സാർ ഇവിടെ ഉണ്ടാവുമെന്ന് കരുതിയില്ല. കണ്ണടച്ചുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ അവൾ പറഞ്ഞൊപ്പിച്ചു. അവിടെ പരിഭ്രമെല്ലാം കണ്ട് അഗ്നിയുടെ ചുള്ളിൽ ചെറിയൊരു പുഞ്ചിരി മുട്ടിട്ടു. ആർക്കും കാണാൻ സാധിക്കില്ല അത്രയും ഒരു ചെറിയ കുഞ്ഞു പുഞ്ചിരി. പക്ഷെ അത് പുറത്ത് കാണിക്കാതെ അവൻ ഗൗരവത്തിലൊന്ന് മൂളി ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിപ്പോയി. അവന്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലെന്ന് കണ്ടതും വൈക പതിയെ കണ്ണുകൾ തുറന്നു നോക്കി. അവിടെ ആരുമില്ലെന്ന് അവൾക്ക് മനസ്സിലായി. കൂടാതെ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് വെളിച്ചവും കാണുന്നുണ്ടായിരുന്നു. വൈക വേഗം കബോർഡ് തുറന്ന് അവൾക്കിടാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി ഡോർ അടച്ചെന്ന് ശ്വാസം ആഞ്ഞുവിട്ടുകൊണ്ട് പറഞ്ഞു, എന്റെ കൃഷ്ണ, നീ തന്നെ തുണ. അപ്പോഴേക്ക് അഗ്നി 3/4 ബ്ലാക്ക് കളർ ടീഷർട്ടും ഇട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. വൈക പതിയെ ഡോറിന്റെ അടുത്ത് തല പുറത്തേക്കിട്ട് നോക്കി. അവിടെ ആരുമില്ലെന്ന് കണ്ടതും അവൾ ശ്വാസം വലിച്ചു വിട്ട് പുറത്തേക്ക് ഇറങ്ങി. കണ്ണാടിയിൽ നോക്കി ഒരുങ്ങി വേഗം അടുക്കളയിലേക്ക് ചെന്ന് 3 പേർക്കുള്ള ചായ വെച്ച് അവിടെ നിന്ന് ഒരു പേപ്പറും പെന്നെടുത്ത് അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് ആ സമയം കൊണ്ട് അവൾ എഴുതിയുണ്ടാക്കി. അത് കയ്യിൽ പിടിച്ച് ഒപ്പം 2 പേർക്കുള്ള ചായയുമായി അവൾ ഹാളിലേക്ക് ചെന്നു. ഹാളിലെത്തിയതും ടോണി നോക്കി മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ അവന് നേർക്ക് ചായ നീട്ടി. പിന്നീട് തല കുമ്പിട്ടുകൊണ്ട് അഗ്നിക്ക് ചായ കൊടുക്കുമ്പോൾ അവളുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. അഗ്നി അത് കാണുന്നുണ്ടെങ്കിലും അത് ശ്രദ്ധിക്കാതെ അവളുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിച്ചു. ഒറ്റ സിപ്പിൽ തന്നെ ആ ചായയുടെ രുചിയിൽ അഗ്നി അറിയാതെ കണ്ണടച്ചു പോയി. ആഹാ, സൂപ്പർ ചായ. എത്ര കാലായെന്നോ ഇതുപോലെ ചായ കുടിച്ചിട്ട്, എന്നാലും കലക്കി മോളെ. അതിനവൾ ടോണി നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ഇടം കണ്ടാൽ അഗ്നിയെ നോക്കാൻ അവൾ മറന്നില്ല. എവിടെ, അവിടെ ഇപ്പോഴും ചായ കുടിക്കല്ല, തല ഉയർത്തി നോക്കുന്ന പോലും ഇല്ല. പെട്ടെന്നാണ് അവൾക്ക് താൻ എഴുതി വെച്ച ലിസ്റ്റിന്റെ കാര്യം ഓർമ്മ വന്ന്. ഏട്ടാ, ഇത് അടുക്കളയ്ക്ക് വേണ്ടി ലിസ്റ്റാണ്. സാധനങ്ങൾ വാങ്ങിക്കൊണ്ടെന്നാ ഞാൻ പാചകം ചെയ്യാം. ആണോ? എന്താ വേഗം താമോളി ലിസ്റ്റ്, ഞാൻ പോയി സാധനമായിട്ട് വരാട്ടോ. അതും പറഞ്ഞ് ടോണി വേഗം റെഡിയായി ലിസ്റ്റ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വേറെ ജോലിയൊന്നും ഇല്ലാത്തതിനാൽ തന്നെ അവൾ കിച്ചണിൽ തന്നെ നടന്ന് കളിച്ചു.
എന്തുകൊണ്ടോ അഗ്നിയുടെ അടുക്കിലേക്ക് അവൾക്ക് പോകാൻ തോന്നിയില്ല. അഗ്നിയും അവിടെ അങ്ങനെ ഒരാളുണ്ടെന്ന് പോലും നോക്കാതെ അവൻ ലാപ്ടോപ്പിൽ തൻ്റെ ജോലികളിലേക്ക് ഊളിയിട്ടു. പിന്നീട് 1 മണിക്കൂർ ശേഷമാണ് ടോണി എത്തിയത്. ഇരു കൈയിലും സാധനങ്ങൾ പിടിച്ചുകൊണ്ടുവരുന്ന അവനെ കണ്ടത് അവൾ ഓടിച്ചെന്ന് അവൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി. എൻ്റെ മോളെ, കുറച്ച് കഷ്ടപ്പെട്ട് ഞാൻ വരിപ്പ് ഏതാ പച്ചരി ഏതാണെന്ന് അറിയാത്ത ഞാൻ ആ സാധനം വാങ്ങാൻ പോയത്. അവിടെയുള്ള സെയിൽസുകൾ എല്ലായിടത്തും തന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. മോളെ, നല്ല വിശപ്പുണ്ട്, നീ വേഗം എന്തെങ്കിലും ഉണ്ടാക്ക്. ശരിയേട്ടാ. അതും പറഞ്ഞ അവൾ വേഗം പാചകത്തിലേക്ക് കടന്നു. അടുക്കളയിൽ നിന്നുള്ള പാചകത്തിൻ്റെ മണം ഇരുവരുടെയും നാസികയിലേക്ക് തുളച്ച് കയറി. വാവ്, സൂപ്പർ. മണം കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുക. അയ്യേ, നീ എന്താടാ ഭക്ഷണം കാണാത്ത കളി കളിക്കുന്നത്? നീ ഒന്ന് പോടാഗ്നി. ഹോട്ടൽ ഭക്ഷണം കഴിച്ച് മനുഷ്യൻ്റെ വയറ് കംപ്ലൈൻറ്റാ. അപ്പോഴവൻ്റെ പുച്ഛം. ടോണി അഗ്നിയെ നോക്കി പുച്ഛിച്ചു. അല്പസമയം കഴിഞ്ഞതും വൈകി വന്ന് ഭക്ഷണം കഴിക്കാൻ ഇരുവരെയും വിളിച്ചു. ചപ്പാത്തിയും നല്ല നാടൻ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ആയിരുന്നു വൈകി ഉണ്ടാക്കിയത്. ഇരുവരും നല്ലവണ്ണം ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചു. അത്രയ്ക്ക് കൈപ്പുണ്യായിരുന്നു അവരുടെ ഭക്ഷണത്തിന്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ടോണി ഇരുവരോടായിട്ട് പറഞ്ഞു, എന്നാ ശരിടാ, ഞാൻ ഉറങ്ങാൻ പോവാ. അതും പറഞ്ഞ് ടോണി തന്നെ മുറിയിൽ കയറി വാതിലടച്ചു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ കുറേ നേരം അടുക്കളയിൽ നിന്ന് തപ്പിക്കളിച്ചതിന് ശേഷം അവൾ പതി അഗ്നിയുടെ മുറിയിലേക്ക് കയറി. വൈക കയറിയതും അഗ്നി എന്തോ ബെഡിൽ നിന്ന് ലാപ്ടോപ്പിൽ ചെയ്യുകയായിരുന്നു. അവൻ അവളെ നോക്കാതെ തന്നെ പറഞ്ഞു, അവിടെ നിന്ന് താളം ചവിട്ട അകത്തേക്ക് കയറി വൈക, വരുമ്പോൾ ആ ഡോറടക്കാൻ മറക്കണ്ട. അഗ്നി അങ്ങനെ പറഞ്ഞു. വൈക പേടിച്ച് സാരിൽ തെരുപ്പിടിച്ചുകൊണ്ട് പതിയെ അകത്തേക്ക് കയറി ഡോറ് ചേർത്ത് അടച്ചു. അവളുടെ വെപ്രാളമെല്ലാം അഗ്നി ഇടങ്ങനാലെ കാണുന്നുണ്ടായിരുന്നു. പിന്നീട് തന്റെ ലാപ്ടോപ്പ് അടച്ചു വെച്ച് വൈകയെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, വൈക, നമ്മൾ തമ്മിലുള്ള റിലേഷനെ കുറിച്ചൊന്നും ടോണിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ മുമ്പിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അഭിനയിച്ചാൽ മതി. പിന്നെ ഇവിടെ ഈ റൂമിൽ നമ്മൾ രണ്ട് വ്യക്തികൾ മാത്രമാണ്. തന്നെ ഞാൻ പിടിച്ച് വിഴുങ്ങാനൊന്നും പോകുന്നില്ല. പിന്നെ ടിപ്പിക്കൽ പെൺകുട്ടികളെ പോലെ ഞാൻ കട്ടിലും താൻ താഴെയും കിടക്കണ്ട. ഇത് കിങ് സൈസ് ബെഡാണ്. സോ നീ ആ അറ്റത്തും ഞാൻ ഇവിടെയും കിടന്നാൽ മതി. മനസ്സിലായല്ലോ പറഞ്ഞേ? ഇനി അവനോട് പറഞ്ഞിട്ട് കാര്യമെന്ന് മനസ്സിലായ വൈക വേഗം കട്ടിലിൻ്റെ അറ്റത്തേക്ക് കയറി അരികിലായി മൂടിപ്പേഴ്സി കിടന്നു. അവൻ വൈകിയെ നോക്കി AC അഡ്ജസ്റ്റ് ചെയ്ത് മറുവശത്ത് വന്ന് കിടന്നു. രണ്ടുപേർക്കും ഉറക്കം വരുന്നില്ലായിരുന്നു. തൻ്റെ ജീവിതം ഇനി എങ്ങോട്ടേക്കാണ് ഒഴുകി തുടങ്ങുന്നറിയാതെ വൈകി തറവാട്ടിലെത്തിയ ശത്രുക്കൾ ഒരുക്കി വെച്ച കെണികളിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെടാമെന്ന് പല കണക്കൂട്ടുകൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അഗ്നി. ഇനി വരുന്ന സംഭവവികാസങ്ങൾ തങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്ന് അപ്പോൾ ഇരുവരും അറിഞ്ഞില്ല. ചന്ദ്രോത്ത് തറവാട് പഴമയും പുതുമയും അതുപോലെ ഒരുപാട് അന്ധവിശ്വാസങ്ങളിൽ മാത്രം വിശ്വസിച്ച് പകയോടെയും പ്രതികാരത്തോടെയും മാത്രം ജീവിക്കുന്ന ഒരു കൂട്ടം ജന്മങ്ങൾ. പണത്തിനോടും പ്രതാപത്തിനോടുള്ള ആർത്തിയിൽ സ്വന്തം ബന്ധങ്ങൾക്ക് അവർ തീരെ വില കൽപ്പിക്കാറില്ലായിരുന്നു. അവരുടെയെല്ലാം യശസ്സിന് കാരണം തങ്ങളുടെ പരദേവതകളായ നാഗദൈവങ്ങളാണെന്ന് അവർ വിശ്വസിച്ചു വരുന്നു. തറവാട്ടിലെ പൂരനക്ഷത്രത്തിൽ ജനിച്ച ജാതകനാണ് മുറപ്രകാരം പിന്നീട് നാഗക്ഷേത്രത്തിലെ പൂജകൾ ചെയ്യേണ്ടത്. ആ വ്യക്തിയുടെ വാമഭാഗത്തായിട്ട് മകൻ നക്ഷത്രത്തിൽ പിറന്ന അവനായി പിറന്നവൾ ഉണ്ടായിരിക്കണം. തറവാട്ടിലുള്ളവർ അഗ്നിക്ക് വേണ്ടി കണ്ടെത്തിയതാണ് മകൻ നക്ഷത്രക്കാരിയായ അരുന്ധതിയെ. സർപ്പ സൗന്ദര്യത്തോടു കൂടി അവളെ കണ്ടാൽ ആരായാലും ഒന്ന് മോഹിച്ചു പോകും. അത്രയും സൗന്ദര്യവതിയായിരുന്നു അരുന്ധതി. പക്ഷേ അതിനൊത്ത അഹങ്കാരം, അഹംഭാവം, ആരെയും കൊല്ലാനുള്ള യാതൊരു മടിയും ഇല്ലാത്തവളാണ് അവൾ. അവളാകെ തോറ്റിട്ടുള്ളത് അഗ്നിയുടെ മുമ്പിൽ മാത്രമാണ്. അഗ്നി എങ്ങനെയെങ്കിലും നേടുക എന്നതാണ് അവളുടെ ജന്മസാഫല്യം. അതിന് തൻ്റെ എതിരായി നിൽക്കുന്ന ആരെയും വെട്ടിവീഴ്ത്താൻ പോലും അവൾക്ക് മടിയില്ല. അത് തൻ്റെ സ്വന്തം അച്ഛനും അമ്മയായാൽ പോലും. അഗ്നിയുടെ അച്ഛൻ്റെ പെങ്ങളുടെ മകളാണ് അരുന്ധതി. ചെറുപ്പം മുതൽ അഗ്നിക്ക് വേണ്ടി വിവാഹം ഉറപ്പിച്ചു വെച്ചാണ് അവളെ. എന്തായി? എപ്പോഴും അഗ്നി വിവാഹത്തിനോടനുബന്ധിച്ച് വരുന്നേ? അവൻ്റെ വിവാഹമാണ്, ഓർമ്മ വേണം. അത് മറന്നുപോരെന്ന് പറഞ്ഞു കൊടുക്കൂ കാവേരി. ഞാൻ വിളിച്ച അവൻ ഫോൺ എടുക്കില്ലല്ലോ. എല്ലാവരെയും പോലെ അവൻ എന്നെയും തെറ്റിദ്ധരിച്ചിരിക്കുകയല്ലേ. ഞാൻ അവൻ്റെ രണ്ടാനമ്മയാണെങ്കിലും എൻ്റെ സ്വന്തം ചേച്ചിയുടെ മകനല്ലേ അവൻ. എന്നിട്ട് പോലും അവൻ എനിക്ക് ആ വില നൽകുന്നില്ല. വിളിക്കേണ്ടവരൊക്കെ വിളിച്ചിട്ടുണ്ടാവും. അവർ തളത്തിൽ കിടക്കുന്ന കാർത്തിയാനിയമ്മയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്താമ്മേ, കാവേരി പറഞ്ഞ സത്യമാണോ? അമ്മ അഗ്നിയെ വിളിച്ചിരുന്നോ? ഓ ശങ്കര, ഞാൻ വിളിച്ചിരുന്നു. ആ വരുന്നാ പറഞ്ഞു. പക്ഷെ എന്നാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. നിന്റെ മകനല്ലേ ശങ്കര, നിനക്ക് ചോദിച്ചുകൂടായിരുന്നോ? അവരുടെ പുച്ഛത്തോടെ ശങ്കരനോട് ചോദിച്ചു. അവൻ എൻ്റെ മോനാണെങ്കിലും അവൻ്റെ തള്ളയുടെ തനിക്കോടം അവന് കിട്ടിയത്. അവളൊരു മകൻ നക്ഷത്രക്കാരി ആയിരുന്നല്ലോ. എന്നിട്ട് എന്തായി? അല്പായുസായിരുന്നു അവൾക്കും. നാഗക്കാവിൽ വിളക്കെത്തിക്കാൻ പോയപ്പോൾ അവിടെ നാഗത്തിൻ്റെ കൊത്തേറ്റിട്ടല്ലേ അവള് മരിച്ചത്. ശങ്കരൻ അത് പറയുമ്പോൾ തറവാട്ടിലുള്ള ഒരു വ്യക്തിയുടെ മുഖം വന്യതയാലൊന്ന് തിളങ്ങി. അയാളുടെ കണ്ണിൽ പകയെരിഞ്ഞു. എൻ്റെ കുട്ടി വരുമെന്നാ പറഞ്ഞ്. പിന്നെ നീ എന്തിനാ ശങ്കര എഴുതാപുറം വായിക്കുന്നത്? മരിച്ചവരെ വീണ്ടും പ്രാഗി കൊല്ലണ്ട. അവരൊരു അനിഷ്ടത്തോടെ പറഞ്ഞു. അല്ലെങ്കിലും അമ്മക്ക് മക്കളെക്കാളും ഇഷ്ടം മരുമകളായ അവളെയായിരുന്നല്ലോ. അത്രയും പറഞ്ഞ് ശങ്കരൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കുറേ സമയം ലാപ്ടോപ്പിൽ നോക്കിയിരുന്നുണ്ടാവാം അഗ്നിക്ക് ഭയങ്കര തലവേദന എടുക്കുന്നുണ്ടായത്. ഒരു ചായ കിട്ടിയാൽ കൊള്ളാമായിരുന്നു തോന്നിയ അഗ്നി പതിയെ അടുക്കളയിലേക്ക് ചെല്ലുന്നു. കാണുന്ന മുകളിലെ റാക്കിലേക്ക് എന്തോ ബോക്സിലാക്കി എടുത്തു വെക്കാൻ സ്റ്റൂളിൽ കയറി നിൽക്കുന്ന വൈകിയാണ്. അവൻ താഴോട്ട് നോക്കുമ്പോൾ സ്റ്റൂൾ ഇപ്പോൾ വീഴുമെന്ന പോലെ ആടിയാടി കളിക്കുന്നുണ്ട്. അത് കണ്ടത് അവൻ മറ്റൊന്നും ചിന്തിക്കാതെ
ഡേ അവന്റെ ഒരൊറ്റ വിളി അവളുടെ കയ്യിലുണ്ടായിരുന്ന സാധനം നിലത്തേക്ക് വീഴുകയും അവൾ സ്റ്റൂളിൽ നിന്ന് തെറിച്ച് വീഴാൻ പോയതും പേടി കൊണ്ട് വൈക തന്റെ 2 കണ്ണുകൾ ഇറുകെ അടച്ചു. താൻ വീണില്ലെന്ന് കണ്ടവൾ പതിയെ കണ്ണുകൾ തുറന്നു നോക്കിയതും കാണുന്നത് താനിപ്പോൾ അഗ്നിയുടെ കൈകളിലാണെന്നുള്ള സത്യം അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. ഒരു നിമിഷം വൈക അഗ്നിയുടെ കുഞ്ഞി കണ്ണുകളിലേക്കും ഇളം റോസ് ചുണ്ടുകളിലേക്കും ആ താടിയിലേക്കുമെല്ലാം കണ്ണെടുക്കാതെ നോക്കി നിന്നു. അഗ്നിയും അവളുടെ ഉണ്ടക്കണ്ണുകളിലേക്കും ഇളം റോസ് ചുണ്ടുകളിലേക്കും സ്വയം മറന്നങ്ങനെ നോക്കി നിന്നു. അവളുടെ നെറ്റിയിൽ വരച്ചിരുന്ന ചന്ദനക്കുറി വിയർപ്പിനാൽ പൊടിഞ്ഞിരുന്നു. അതുപോലെ അവൾ നെറുകയിൽ ചാർത്തിയ സിന്ദൂരത്തിലേക്കും അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു. പെട്ടെന്ന് സ്വഭാവത്തിലേക്ക് വന്ന അഗ്നി തലയൊന്ന് കുടഞ്ഞു അവളെ തന്റെ കൈക്കുള്ളിൽ നിന്നും പിടിവിട്ടതും വൈക നിലത്തേക്ക് നടുവിടിച്ച് വീണു. അമ്മേ! വേദന കൊണ്ട് വൈക കരഞ്ഞുപോയി. അപ്പോഴാണ് സത്യത്തിൽ അഗ്നിക്ക് ബോധം വന്നത്. ഓ ഷിറ്റ്! അവൻ എങ്ങനെയൊക്കെയോ വൈകയെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തി. വൈകയുടെ ഇരുകണ്ണുകൾ വേദന കൊണ്ട് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. മോളെ! മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടത് വൈകയുടെ സങ്കടം ഒന്നുകൂടെ കൂടി. തങ്ങളുടെ മുന്നിലായി നിൽക്കുന്ന ടോണി കണ്ടത് അഗ്നി ഒന്ന് പതറി. കാരണം വൈകി അവൻ അവന്റെ സ്വന്തം സഹോദരിയായിട്ടാണ് കാണുന്നത്. താനെങ്ങാൻ അവളെ തള്ളിയിട്ടാണെന്ന് അറിഞ്ഞ അഗ്നിക്ക് ടോണിയെ ഭയമൊന്നുമില്ല, എങ്കിലും ചെറിയൊരു പേടി. ടോണി തന്റെ കയ്യിലിരുന്ന സാധനങ്ങളെല്ലാം നിലത്ത് വെച്ച് വൈകിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. മോളെ, എന്താണ് പറ്റിയത്? എന്തിനേട്ടൻ്റെ കുട്ടി കരയുന്നത്? അത് ചോദിക്കുമ്പോൾ ടോണിയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. രക്തബന്ധം അല്ലെങ്കിൽ കൂടിയും സ്നേഹബന്ധത്താൽ തനിക്കൊരു ഏട്ടനെ കിട്ടിയത് വൈക മനസ്സറിഞ്ഞ് സന്തോഷിച്ചു. അവന്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ടത് അവൾ വേഗം തന്നെ കണ്ണുനീർ കൈകളാൽ തുടച്ചു മാറ്റി. ഒന്നുമില്ല ഏട്ടാ, ഞാനൊന്ന് വീണു. അയ്യോ, എങ്ങനെ? എന്നിട്ട് ഹോസ്പിറ്റൽ ഉണ്ടോ മോളെ? എവിടെ ഏട്ടൻ്റെ കുട്ടിക്ക് പറ്റിയത്? എടാ അഗ്നി, നീ എന്താ ഇങ്ങനെ കുന്തപിടിയെ പോലെ നിൽക്കുന്നത്? മോളെടുത്ത് കൊണ്ടുപോയി ബെഡിൽ കിടത്തടാ. ആ ഞാനോ? അവൻ കേൾക്കാൻ പാടില്ലാത്തെന്ന് കേട്ടപ്പോൾ ടോണി തുറച്ചു നോക്കി. എന്താടാ, അവൾ നിന്റെ ഭാര്യയില്ലേ? പിന്നെന്താ നിനക്ക് പ്രശ്നം? ടോണി സംശയത്താൽ അഗ്നിയോട് ചോദിച്ചു. അവനൊന്ന് പതറി. പക്ഷെ അത് മുഖത്ത് വരുത്താതെ അവൻ ടോണിയോടായി പറഞ്ഞു, ആ ഞാൻ അവളെ കൊണ്ടുപോകും, അവളെന്റെ ഭാര്യയില്ലേ, വാ. അതും പറഞ്ഞ് വൈകിയെന്ന് കണ്ണുവിട്ടി പേടിപ്പിച്ച് അഗ്നി അവളെ എടുത്ത് റൂമിലേക്ക് പോയി. സത്യത്തിൽ തങ്ങളുടെ കള്ളത്തരം ടോണി കണ്ടുപിടിക്കുന്ന ഭയത്താൽ അഗ്നി വേഗം വൈകിയും എടുത്ത് റൂമിലേക്ക് പോയതാണ്. അവൻ അവിടെ ചെന്ന് അവളെ ബെഡിലേക്ക് കിടത്തി ഓടിപ്പോയി വാതിൽ കുറ്റിയിട്ടു. അവന്റെ ഒരൊറ്റ വിളി വൈക കണ്ണുകൾ തുറന്ന് പേടിച്ച് അവനെ നോക്കിപ്പോയി. നിന്നോട് ആരടി ഗോപെ പറഞ്ഞു അതിന്റെ മുകളിൽ ഡാൻസ് കളിക്കാൻ? അതുകൊണ്ടല്ലേടി നീ നിലത്തേക്ക് വീണുപോയത്? അത് ഞാൻ അരിപ്പൊടി മുകളിലേക്ക് വെക്കാൻ പോയതല്ലേ, അപ്പൊ സാറല്ലേ എന്നെ പുറകിൽ നിന്ന് വിളിച്ച്, അതുകൊണ്ടല്ലേ ഞാൻ വീണുപോയത്. പേടിയുണ്ടെങ്കിലും അവൾ താഴോട്ട് നോക്കി അവനോട് പറഞ്ഞു. ഓഹോ, അപ്പൊ നീ ഞാൻ വിചാരിച്ച പോലെ അത്രയ്ക്ക് പാവുന്നല്ല. നിന്റെ വായിൽ നാക്കൊക്കെ ഉണ്ട് അല്ലേടി? മര്യാദക്ക് അവിടെ അടങ്ങി ഒതുക്കി കിടന്നോ. നിന്റെ സഹോദരൻ എന്താണ് അവിടെ ചെയ്യുന്നത്? ഞാൻ പോയി നോക്കട്ടെ. ഇവിടുന്നെങ്ങാനും എണീറ്റ അവനൊരു താക്കീത് കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി.